അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 5, 7, 10, +2 വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 2023-24 പൊതുപരീക്ഷ അടുക്കാറായിട്ടുണ്ട്. പൊതുപരീക്ഷ ക്ലാസ്സിലെ വിദ്യാർത്ഥികളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചു കൊടുക്കുന്ന സമയം കൂടെയാണ്. അള്ളാഹു അർഹമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിലുപരി ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് കൂടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഖുർആൻ പരീക്ഷകളിലൊക്കെ ദിക്റുകൾ ചോദിക്കുമോ, അതുപോലെ മറ്റു സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്കറിയാം, 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ളത് ഖുർആൻ പരീക്ഷയും ഹിഫ്ള് പരീക്ഷയും. സാധാരണ ഖുർആൻ 60 മാർക്കിനാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെ 50 മാർക്കിനല്ല, 60 മാർക്കിനാണ് ഖുർആൻ പരീക്ഷ. അതായത് ഖുർആൻ ഓത്തിന് 60 മാർക്കാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഖ്റജ്, അതുപോലെ നിയമങ്ങൾ, സുക്കൂനുൽ മീമിൻ്റെ 3 നിയമങ്ങളും, അതുപോലെ തന്നെ സാക്കിനായ നൂനിനും തൻവീനിനും ശേഷമുള്ള വിധികളൊക്കെ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലുമായിട്ടൊക്കെ പഠിച്ചവരാണ്. പിന്നെ 5ലായിട്ട് സക്തയെക്കുറിച്ചിട്ടും ഖുർആനിലെ ചിഹ്നങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ പറയാം. അപ്പോൾ ഖുർആൻ പരീക്ഷ 60 മാർക്കിനാണെന്ന് പറഞ്ഞു. ഹിഫ്ള് 40 മാർക്കുമാണ്. അപ്പോൾ 60 മാർക്ക് ഖുർആനിനും ഹിഫ്ള് 40 മാർക്കാണ്. അപ്പോൾ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിഫ്ള് പരീക്ഷയ്ക്ക് ശേഷം സാധാരണ നമ്മൾ കൊല്ലപ്പരീക്ഷകളിലൊക്കെ ദിക്ർ ചോദിക്കാറുണ്ട്, അത് പൊതുപരീക്ഷയിൽ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറിവിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ആകെ ഹിഫ്ള് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ദിക്റോ ദുആകളോ മറ്റൊന്നും ഇതുവരെയായിട്ടും ചോദിച്ചിട്ടില്ല. ഹിഫ്ളിൽ നിന്നും ആകെ 2 ആയത്താണ് ഓദിക്കാറ് എന്നാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ പൊതുപരീക്ഷ വിദ്യാർത്ഥികളിൽ +2 പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പാസ്സായി മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതിൽ +2 പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്രകാരമാണോ ഖുർആൻ ഓതിക്കൊടുത്തത് നിയമമനുസരിച്ച് നല്ല ശബ്ദഭംഗിയിൽ അതിൻ്റെ തുടക്കം ഒടുക്കം ഇതൊക്കെ പ്രധാനമാണ്. അത് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഖുർആൻ പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അത് മുമ്പ് പോയി നോക്കിയാൽ മതി. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചെയ്തതാണ്, ഒന്ന് ബാക്കെടുത്ത് പോയി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ ഹിഫ്ള് ഓതുമ്പോഴും ഖുർആൻ എപ്രകാരമാണോ ഓതിയത് ആ സാവധാനം, തുടക്കം, അതുപോലെ ഒടുക്കം, അതൊക്കെ ശ്രദ്ധിക്കും. മഖ്റജ്, നിയമങ്ങൾ. ഇപ്പോൾ യാസീനിൽ തന്നെ സക്ത വരുന്ന ഭാഗമുണ്ട്, അതൊരു പൊതുപരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിഫ്ളിന്. അപ്പോൾ ആ സക്ത വരുന്ന ഭാഗങ്ങളിലൊക്കെ സക്ത ചെയ്തുകൊണ്ട് അവിടെ ഓതി കൊടുക്കേണ്ടി വരും. ഇനി പൊതുപരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഷയം പോയിട്ടുണ്ടെങ്കിൽ, ഒരു വിഷയം കേട്ടോ, ഇപ്പോൾ ഫിഖ് പോയി, അതല്ലെങ്കിൽ ലിസാന് തജ്വീദ് ഒന്നിച്ചാണ്, അതുപോലെ അഖ്ലാഖും പിന്നെ താരീഖും ഒന്നിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്ന് പോവുക. താരീഖും അഖ്ലാഖും ഒന്നിച്ചായതുകൊണ്ട് അതൊരു വിഷയമായിട്ടാണ് കൂട്ടുക. അതുപോലെ ലിസാനും തജ്വീദും ഒന്നിച്ചായതുകൊണ്ട് അതൊരു വിഷയമായിട്ടാണ് കൂട്ടുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു, 30-ന് താഴെയായെങ്കിൽ ഫെയിൽഡാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സേ പരീക്ഷ എഴുതാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സേ പരീക്ഷ എഴുതാനുള്ളൊരു ഓപ്ഷൻ അത് ഒരു വിഷയം പോയവർക്ക് മാത്രമാണ്. അതായത് 2 വിഷയം പോയി കഴിഞ്ഞാൽ സേ പരീക്ഷ എഴുതാൻ കഴിയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 5ഉം 7-നൊക്കെ ബാധകമാണ്. പിന്നെ 10ഉം +2 ഈ വിദ്യാർത്ഥികൾ നമ്മൾ അർദ്ധവാർഷിക പരീക്ഷയ്ക്കൊക്കെ ഫിഖ്ഹിൽ 8ാം ക്ലാസ്സിൻ്റെ മുകളിലുള്ള ക്ലാസ്സുകളിലൊക്കെ ഫിഖ്ഹിൽ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫിഖ്ഹിൽ നിന്നും പഠിച്ച ദുആകളും അല്ലെങ്കിൽ ദിക്റുകളോ അതുപോലെ ചോദ്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 8ാം ക്ലാസ്സിൻ്റെ പരീക്ഷകളിൽ അർദ്ധവാർഷിക പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അത്തഹിയ്യാത്ത്, ഖുനൂത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ പ്രത്യേകിച്ച് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ആ ദുആകൾ, അതിലെ ദിക്റുകൾ,
ഇതൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ നിസ്കാരത്തിൻ്റെ ദുആ അതിൽ നിന്നും കുറച്ചൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ കഴിയുന്ന വിദ്യാർത്ഥികളൊക്കെ പരീക്ഷ എഴുതുമ്പോൾ നീല മഷി കൊണ്ട് എഴുതാൻ ശ്രമിക്കുക. നീല മഷി കൊണ്ട് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. കാരണം കറുപ്പ് മഷി കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിൽ പിടിക്കൂല. ഉത്തരം എഴുതിയിട്ടുണ്ടാകും, പക്ഷേ പെട്ടെന്ന് കാണണമെന്നില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് നിങ്ങൾ പരമാവധി നീല മഷി കൊണ്ട് തന്നെ എഴുതുക. എഴുതുന്നത് നല്ല വൃത്തിയിലുണ്ടായിക്കോട്ടെ. ഈ ++ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വൃത്തി മെയിനാണ്. കാരണം വായിക്കുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിലാണ് അവർ ടിക്കിട്ട് പോവുക. അപ്പോൾ എഴുതുമ്പോൾ സാവധാനം ടൈം എടുത്ത് എഴുതിക്കൊള്ളൂ. 2 മണിക്കൂറുണ്ട്. 8 മണി മുതൽ 10 മണി വരെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയങ്ങളൊക്കെ ഉണ്ട്. ആക്കത്തിന് ടൈം എടുത്ത് എഴുതിയാൽ മതി. ധൃതി കൂട്ടി എഴുതി തെറ്റിക്കണ്ട. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചോദ്യം വായിക്കുക. തുടക്കം മുതൽ ഒരു ചോദ്യം വായിക്കുക, അതിൻ്റെ ഉത്തരം വായിക്കുക, എന്നിട്ട് ശരിയല്ലെന്ന് ഉറപ്പിക്കുക. ഇങ്ങനെ ചോദ്യം ഉത്തരം വായിക്കണം. ചില കുട്ടികൾ കാണാം ഉത്തരം മാത്രം വായിച്ചു പോകണം, എഴുതിയത് ശരിയാണോ. അത് നടക്കില്ല. കാരണം ഏത് ചോദ്യത്തിനാണ് നമ്മൾ ഈ ഉത്തരം എഴുതിയത് കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ചോദ്യം മാറിയിട്ടുണ്ടാവും, ഉത്തരം വേറെ ഏതോ എഴുതി വെച്ചു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി കിട്ടാത്ത ഉത്തരങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ്ക്ക് മാറ്റി വെച്ചാൽ മതി. ആദ്യം അറിയുന്ന ഉത്തരങ്ങൾ മാത്രം എഴുതുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, അറിയാത്ത ഉത്തരം പോയിട്ട് ആൻസർ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എഴുതേണ്ടി വരും. പിന്നെ നമുക്ക് മനസ്സിലാവും എഴുതി കൊടുത്ത് പയച്ചിട്ടുണ്ട്, അത് മാറ്റി എഴുതണം. ഇനി ചിലപ്പോൾ അവിടെയും തെറ്റതാണെങ്കിൽ മൊത്തത്തിലാകപ്പാടെ തെറ്റന്നെ കാരണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറിയാത്ത ഉത്തരമൊക്കെ ലാസ്റ്റ് ഇരുന്ന് എഴുതുക. ആദ്യം അറിയണത് ഫുൾ ആൻസർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് പഠിച്ചൊരു കാര്യം ഓർമ്മ വന്നില്ല, ഉത്തരം നിങ്ങൾക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാനൊരു വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, ആ വിദ്യാർത്ഥിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്കൊരു ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മൾ പഠിച്ചതാണ്, അത് പരീക്ഷയിൽ എന്ത് ചെയ്തില്ല, പെട്ടെന്ന് ഓർമ്മയിൽ വന്നിട്ടില്ലെങ്കിൽ യാ മുബദിഉ യാ മുഈദു ദക്കിർനി മാ നസീതു എന്നുള്ള ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പഠിച്ച ആ കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മയിൽ വരും. യാ മുബദിഉ യാ മുഈദു ദക്കിർനി മാ നസീതു. പിന്നെ അതുപോലെ തന്നെ പരീക്ഷയിൽ ഒരു ഉത്തരം പോലും എഴുതാത്ത ഒരു ഭാഗം ഉണ്ടാകാൻ പാടില്ല. ഇനി അറിയാത്തതാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്കി കുത്തിയിട്ട് എഴുതുക, ഒന്നും വിടാൻ പാടില്ല. ഒരു ഭാഗം ആൻസർ ചെയ്യാത്തത് വരാൻ പാടില്ല. കിട്ടുന്ന മാതിരി എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.